പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് വചനത്തിന് മുൻപിൽ കടന്നു വരുവാൻ ദൈവം അനുവദിച്ചല്ലോ എന്ന് ഓർത്ത് നല്ലവനായ ദൈവത്തെ നമുക്ക് ഹൃദയപൂർവ്വം സ്തുതിക്കാം. നമ്മുടെ കർത്താവിനെ പോലെ നല്ലവനില്ല, നമ്മുടെ കർത്താവിനെ പോലെ ഉന്നതനില്ല, നമ്മുടെ കർത്താവിനെ പോലെ മധുരമായവനില്ല, നമ്മുടെ കർത്താവിനെ പോലെ പിൻപറ്റാൻ കൊള്ളാകുന്നവൻ ഈ ആവനി മുഖത്ത് മറ്റൊരുത്തനില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളിലെല്ലാം മാറാതെ നിൽക്കാൻ കൊള്ളാകുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനെ ഇന്നും സാക്ഷിപ്പാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. 2000 ചില്ലാനും വർഷങ്ങൾക്കപ്പുറത്ത് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കാൽവരിയുടെ മുകളിൽ യാഗമായി തീർന്ന നമ്മുടെ കർത്താവ് സകലതും മറന്ന് സകലവും വിട്ടിട്ട് സ്വർഗീയ ഉന്നതികളെ കൈവിട്ട് മിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി മാനവരാശിയുടെ ഉദ്ധാരണത്തിന് വേണ്ടി നിലകൊണ്ട ആ നല്ല കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, നമുക്കവനെ വാഴ്ത്താം. പ്രിയ ദൈവമക്കളുടെ ഈ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായിരിക്കുന്നു എന്ന് അറിയുന്നത് കൊണ്ട് വലിയ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ട്. എഴുത്തുകൾ വഴിയും വാട്സപ്പ് വഴിയും ഇമെയിലുകൾ വഴിയും ടെലിഫോൺ കോൾ വഴിയും അനേകം ദൈവമക്കൾ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും അവർക്കുണ്ടായ ജീവിത അനുഭവങ്ങളെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് നമുക്ക് വലിയൊരു ശക്തിയാണ്. ദൈവവചനം ഏത് പ്രകാരത്തിലും നമ്മുടെ ഹൃദയത്തിൽ മുളച്ച് അങ്കുരിച്ച് കാണണം. നിങ്ങളുടെ മുൻപിൽ ഈ സ്ക്രീനിൽ ഇരിക്കുമ്പോൾ ഹൃദയത്തിലെ ഒരേ ഒരു വാഞ്ചയേ ഉള്ളൂ, കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷ വൃഥാവായി പോകരുത്. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ഏതൊരു വ്യക്തിക്കും അനുഗ്രഹമാകണമേ എന്ന് ഒറ്റ പ്രാർത്ഥന. EGM ഓഫ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ സന്ദേശങ്ങളും ക്രമമായി നിങ്ങൾക്കത് ലഭ്യമായി തീരും. നമുക്ക് ഈ ആത്മീയ ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് വളരെ സഹായകമായി തീർന്ന ഒന്നാണ് മോർണിംഗ് ഫെലോഷിപ്പ്. രാവിലെ 5:45 മുതൽ 6:45 വരെയുള്ള മോർണിംഗ് ഫെലോഷിപ്പ്. ലോകത്തിന്റെ വിവിധ ഭാഗത്തും ധാരാളം ആളുകൾ അതിൽ പങ്കെടുക്കുന്നു. ഗൂഗിൾ മീറ്റിലാണ് നമ്മുടെ പ്രോഗ്രാം. താല്പര്യമുള്ളവർക്ക് ഇതിൽ കാണുന്ന ID ഉപയോഗിച്ചാൽ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്കതിൽ കയറാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാവിലെ പ്രാർത്ഥിക്കാം. പ്രായഭേദമന്യേ നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് അനേകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം വലിയ പ്രവൃത്തികൾ താൻ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ചെയ്യുന്നു. അത് EGM ഓഫ് ഇന്ത്യയുടെ വേലയ്ക്ക് വലിയ ശക്തിയാണ്. താല്പര്യമെങ്കിൽ നമുക്കെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി ചിന്തിച്ചുകൊണ്ടിരുന്നത് യോശുവയുടെ പുസ്തകത്തിൽ ഉള്ള ചില ചിന്തകളാണ്. അതിൽ നമ്മൾ 8-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചില ചിന്തകളിലേക്ക് കയറിപ്പോയി. ചില താഴ്വരകൾ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കാം. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. ആഖോർ താഴ്വരയെ കുറിച്ച് നമ്മൾ കേട്ടു. ബരാഖ താഴ്വരയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദർശന താഴ്വരയെ കുറിച്ചാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 1-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദർശന താഴ്വരയെ കുറിച്ചുള്ള പ്രവാചകം എന്ന് പറഞ്ഞാണ് 22-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ. 5-ാം വാക്യം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ കർത്താവിങ്കൽ നിന്ന് ദർശന താഴ്വരയിൽ പരാഭവവും സംഹാരവും പരിഭ്രമമുള്ളൊരു നാൾ വരുന്നു. മതിലുകളെ ഇടിച്ചു കളയുന്നതും മലകളോട് നിലവിളിക്കുന്നതുമായ നാൾ തന്നെ. എന്നെ നോക്കരുത്,
ഞാൻ കൈപ്പോടെ കരയട്ടെ. എന്റെ ജനത്തിന്റെ നാശത്തെ ചൊല്ലി എന്നെ ആശ്വസിപ്പിക്കുവാൻ ബന്ധപ്പെടരുത്. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിങ്കിൽ നിന്ന് ദർശനത്താഴ്വരയിൽ പരാഭവവും സംഹാരവും പരിഭ്രമമുള്ള ഒരു നാൾ വരുന്നു. ദർശന താഴ്വര. ഏതാണ് ഈ ദർശന താഴ്വര? ഇവിടെ ഉദ്ദേശിക്കുന്നത് യെരുശലേമിനെ ഉദ്ദേശിച്ചാണ്. 1-ാം വാക്യത്തിൽ ദർശന താഴ്വര എന്ന് പറയുന്നത് യെരുശലേമിനെ ഉദ്ദേശിച്ചുള്ള പ്രയോഗമാണ്. കാരണം ശരിക്കും പ്രവചനങ്ങളുടെ ഗർഭഗൃഹമാണ് യെരുശലേം എന്ന് പറയുന്നത്. ഒരു കാലത്ത് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നത് യെരുശലേമിനെ കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു. യെരുശലേം ലോകത്തിലെ തന്നെ അത്യുന്നതമായ സ്ഥലമായിരുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ സ്ഥലം, യെരുശലേം നഗരം, ശത്രുക്കളുടെ ആക്രമണ ഭീഷണിയാൽ നശിച്ചു പോകുന്ന സാഹചര്യം വന്നപ്പോൾ പോലും ജനം ആ നഗരത്തിന്റെ നാശസാധ്യതകൾ അറിഞ്ഞിട്ടും ജനം ആനന്ദിക്കുന്നു. 13-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, ആനന്ദവും സന്തോഷവും. കാളെ അറുക്കുക, ആടറുക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക കുടിക്കുക, നാളെ മരിക്കുമല്ലോ. ഇങ്ങനെയായിരുന്നു ജനത്തിന്റെ ഇടയിലെ ഭാവം. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എന്നാൽ യെരുശലേമിന്റെ നേരെ ശത്രുക്കൾ വാടകോരി വന്ന് ദൈവത്തിന്റെ നഗരമായ യെരുശലേം നശിപ്പിക്കപ്പെടുന്നു എന്നറിയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ജനം ഇങ്ങനെ ആനന്ദിച്ചാരാടാൻ കാരണം? അവർ അത് യഹോവയുടെ കാര്യമായി വിട്ടു. യഹോവ നോക്കട്ടെ എന്ന മട്ടിലേക്ക് മാറി. ജനം അലസരായി മാറി. അങ്ങനെ നഗരത്തിനു വേണ്ടി, യെരുശലേമിന് വേണ്ടി ആവലോടെ നിൽക്കണ്ട, ഭാരത്തോടെ നിൽക്കണ്ട, ജാഗ്രതയോടെ നിൽക്കേണ്ട ജനം ആനന്ദിക്കുവാൻ തുടങ്ങി. അവിടെ 5-ാം വാക്യത്തിൽ പറയുന്ന യഹോവയായ കർത്താവിങ്കിൽ നിന്ന് ദർശനത്താഴ്വരയിൽ പരാഭവവും സംഹാരവും പരിഭ്രമമുള്ള ഒരു നാൾ വരുന്നു. രക്ഷയ്ക്കായി ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ബന്ധപ്പെട്ടില്ല ജനം. തങ്ങളുടെ വിശുദ്ധ നഗരം നശിക്കുന്നതിന്റെ മധ്യേ അയ്യം വിളിച്ച് അലമുറയിടാനല്ല ആ ജനം നോക്കിയത്. കഴിഞ്ഞ 3 വർഷമായി അടിമവേഷത്തിൽ ഇസ്രായേലിന്റെ അവിശുദ്ധ സഖ്യത്തിനെതിരായി പ്രവചിച്ച യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുവാനും അവർ തയ്യാറായില്ല. വലിയ നഗരം, നാശം അതിൻ ആഗതമായിരിക്കുന്നു. യെരുശലേം ദൈവത്തിങ്കിലേക്ക് നോക്കി വിലപിച്ചില്ല. ദൈവത്തിന്റെ നഗരമായ യെരുശലേം ഒരിക്കലും ശത്രുക്കളാൽ പിടിക്കപ്പെടുകയില്ല എന്ന് അവർ ചിന്തിച്ചു പോയി. അതിന് നടുവിൽ യോശുവ പ്രസംഗിച്ചു. യെരുശലേമിനെ കുറിച്ചുള്ള അവന്റെ പ്രവാചകം, അവന് കിട്ടിയ ദർശനം ആ നഗരത്തിന്റെ നാശത്തെ, ആ നഗരത്തിന് വരാൻ പോകുന്ന അന്തത്തെ പ്രവാചകന് വെളിപ്പെട്ടു. പ്രവാചകന് ദർശനമുണ്ടായി. അനേകം പ്രവാചകന്മാരുടെ, അനേകം ദൈവഭക്തന്മാരുടെ, അനേകം ദൈവഭൃത്യന്മാരുടെ, അനേകം ദൈവദാസന്മാരുടെ ദർശനങ്ങളുടെ തറവാടാണ് യെരുശലേം എന്ന് പറയാം. ആ താഴ്വര ഇന്നിതാ നാശോന്മുഖമായി കിടക്കുന്നു.
അത് നാശോന്മുഖമായി കിടക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് പരാഭവമില്ല, ദുഃഖമില്ല, അവർക്ക് വേദനയില്ല, അവർക്ക് അതിനെക്കുറിച്ച് സങ്കടങ്ങൾ ഇല്ല. ദർശന താഴ്വരയായ യെരൂശലേമിനെ കുറിച്ചുള്ള ദുഃഖം അവരിൽ ഇല്ലാതെ പോയതാണ് യെശയ്യാവിന്റെ ഭാരം. അതാണ് യഹോവയുടെ ഭാരം. നശിക്കുന്നവരെ കുറിച്ച് ദർശനങ്ങൾ കാണാനും അതിനെക്കുറിച്ച് ഭാരപ്പെടാനും സാധിക്കുന്നതാണ് ഒരു ദൈവ പൈതലിന്റെ കൃപ എന്ന് പറയുന്നത്. ദർശന താഴ്വര വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു ദർശനത്തോടെ വേണം വിശ്വാസ ജീവിതം ആരംഭിക്കാൻ. വിലാപത്തിന്റെയും കണ്ണുനീരിന്റെയും നശിക്കുന്ന ജനത്തെക്കുറിച്ചുള്ള ആവലാതിയുടെയും ഒരു താഴ്വരയാണ് ഏതൊരു ദൈവഭക്തനും അനിവാര്യമായിരിക്കുന്നത്. യെരൂശലേമിനെ കുറിച്ചുള്ള യെശയ്യാവിന്റെ ദർശനം അവനെ വളരെ അസ്വസ്ഥനാക്കി. തന്റെ സ്വന്തം നഗരമായ യെരൂശലേമിനെ കുറിച്ച് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ഇതാ നഗരം നശിപ്പിക്കപ്പെടാൻ പോകുകയാണ്. ഇത് കേട്ടിട്ടൊന്നും അവിടെയുള്ള മല്ലന്മാർക്കും വിദ്വാൻമാർക്കും ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും മേലാളന്മാർക്കൊന്നും അനക്കമില്ല. ഇവിടെയാണ് പരാജയം. എന്നാൽ യെശയ്യാവിന് അത് ആത്മഭാരത്തിന്റെ താഴ്വരയായിരുന്നു. നശിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ദർശനം കണ്ട താഴ്വര, നശിക്കുന്ന ദേശത്തെ കുറിച്ചുള്ള വേദന ദർശിച്ച താഴ്വര, നാശത്തിലേക്ക് പോകുന്ന നരകത്തിലേക്ക് യാത്ര ചെയ്യുന്ന പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്ത് 24 മണിക്കൂറും ദൈവത്തിന്റെ വൈരിയായി ജീവിക്കുന്ന ഒരു സമൂഹം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഏത് ദൈവപൈതന്റെ ഉള്ളിലാണ് വേദന തട്ടാത്തത്? ആർക്കാണ് സങ്കടമില്ലാത്തത്? ആർക്കാണ് വേദനയില്ലാത്തത്? ആർക്കാണ് രോദനമില്ലാത്തത്? ഇന്ന് ഈ വചനം കേൾക്കും ദൈവപൈതലേ, ഒരു ദർശന താഴ്വര താങ്കൾക്ക് അനിവാര്യമാണ്. നശിക്കുന്ന ജനത്തെക്കുറിച്ചുള്ള ആത്മഭാരം നിറഞ്ഞ ഒരു താഴ്വര, നശിക്കുന്ന ജനത്തെക്കുറിച്ച് വേദന നിറഞ്ഞൊരു താഴ്വര ദൈവമക്കളായ നമ്മൾക്ക് അനിവാര്യമാണ്. മറക്കരുത്. ആ താഴ്വരയാണ് ഒരു ദൈവ പൈതലിനെ വിവശനാക്കുന്നത്. ആ താഴ്വരയാണ് നശിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള എരിവിലേക്ക് അവനെ കൊണ്ടുവന്നെത്തിക്കുന്നത്. ഏത് ശുശ്രൂഷയുടെയും ഉള്ളിലെ പവർ എന്ന് പറയുന്നത് നശിക്കുന്ന ജനത്തിനു വേണ്ടി ജീവിപ്പിക്കുന്ന സന്ദേശം കൊടുക്കാനുള്ള ഹൃദയത്തിലെ ആവേശമാണ്, ഹൃദയത്തിലെ ആഗ്രഹമാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. പറയട്ടെ, എങ്ങനെയുണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം? നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വേദന, നശിക്കുന്ന ജനത്തെക്കുറിച്ചുള്ള ദർശനം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? വളരെ കൃത്യമാണ്. സകല മാനവരാശിയെയും കർത്താവ് രക്ഷയിലേക്ക് വിളിക്കുന്നു. പാപത്തിന്റെ അന്തം വരുത്താൻ, ശാപത്തിന് അന്തം വരുത്താൻ, നരകത്തിന് അറുതി വരുത്താൻ സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന കർത്താവ് അവൻ ഒഴുക്കിയ തന്റെ ചങ്കിലെ ചോരയാൽ രക്ഷിച്ചെടുത്ത സർവലോകത്തിലെയും സകല ജനത്തിനും വേണ്ടി മതവർഗവർണ്ണ വ്യത്യാസമില്ലാതെ സകല മാനവരാശിക്കും വേണ്ടി കാൽവറിയിൽ ഉയർത്തപ്പെട്ട ഒരു കർത്താവുണ്ട്. പ്രമാണം ഒന്നേ ഉള്ളൂ: വിശ്വാസ കണ്ണുകളാൽ നോക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അങ്ങനെ രക്ഷയിലേക്ക് അവൻ എല്ലാവരെയും വിളിക്കുന്നു. എന്നാൽ രക്ഷയിലേക്ക് വിളിച്ചവരെ അവൻ വേലയ്ക്ക് വേണ്ടി വിളിച്ചാക്കും.
വിശ്വസ്തനെന്നെണ്ണി അവൻ വേലയ്ക്കാക്കുമ്പോൾ മുതൽ അവൻ ആത്മാക്കളെ കുറിച്ചുള്ള ദർശനങ്ങൾ തരും. എവിടെയാണ് എന്നെ വേലയ്ക്കാക്കുന്നത് എന്ന് അവിടെ നമുക്ക് സ്പഷ്ടമാണ്. നമ്മുടെ ക്രൈറ്റീരിയ എന്താണ്, എവിടെയാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്നത് നമുക്ക് വ്യക്തമാണ്. 1977 എൻ്റെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ വില ഞാൻ തിരിച്ചറിഞ്ഞത്. അന്ന് ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകനും നാഥനുമായി ഈ കൊച്ചു ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. ഒരു യോഗ്യതയും ഉണ്ടായിട്ടായിരുന്നില്ല. ഒരുപിടി കുറവുകളും ഒരുപിടി സങ്കടങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശൂന്യത നിറഞ്ഞ, അഴുക്ക് നിറഞ്ഞ, മലീമസമായ എൻ്റെ ഈ കൊച്ചു ഹൃദയത്തിലേക്ക് സർവശക്തനായ കർത്താവ് ഇറങ്ങി വന്നു. അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. ആ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി 18-ാമത്തെ വയസ്സിൽ ശുശ്രൂഷയ്ക്കാക്കി. ധാരാളം സഭകളിൽ, പള്ളികളിൽ, സംഘടനകളിൽ ഓടി നടന്ന് കർത്താവിനെ പ്രസംഗിച്ചു. എന്നാൽ 1994 എനിക്ക് അവനൊരു ദർശനം തന്നു. ആ ദർശനം എളിയവരെ കുറിച്ചുള്ളതായിരുന്നു. ഞാൻ ജനിച്ച, ഞാൻ വളർന്ന, ഞാൻ ജീവിച്ച എൻ്റെ ബാല്യകാലത്തിലെ വീട്ടിലെ സാഹചര്യങ്ങളായിരുന്നു ആ ദർശനം. അങ്ങനെയുള്ളവരുടെ നടുവിൽ സുവിശേഷം അറിയിക്കാൻ എന്നെ എൻ്റെ കർത്താവ് അഭിഷേകം ചെയ്തു. ആ വാക്യം എനിക്ക് വളരെ കൃത്യമായി ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നു. എൻ്റെ കർത്താവ് തന്ന ദർശനം എളിയവരോട് സുവിശേഷം അറിയിക്കാനും, എളിയവർക്ക് വേണ്ടി ഭാരത്തോടെ പ്രവർത്തിപ്പാനും, എളിയവരുടെ നടുവിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനും കർത്താവ് ഒരു നിയോഗം ഏൽപ്പിച്ചു. അതിൻ്റെ പരിണിത ഫലമാണ് EGM ഓഫ് ഇന്ത്യ അഥവാ എക്യുമെനിക്കൽ ഗോസ്പൽ മിഷൻ ഓഫ് ഇന്ത്യ. 2008 മുതൽ 2022 ഡിസംബർ വരെ സഭാസ്ഥാപനത്തിന് നാം പ്രാധാന്യം കൊടുത്തു. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും വേല ആരംഭിക്കുവാൻ ഇതിനോടകം കർത്താവ് കൃപ തന്നു. വിശ്വാസികളുള്ള എല്ലാ സ്റ്റേറ്റിലും ആരാധനാലയങ്ങളും സെന്ററുകളും പണിതു. ഇപ്പോൾ നമുക്ക് 40ഓളം ചർച്ചസ് ഉണ്ട്. പ്രിയ ദൈവമക്കളെ, എന്നാൽ കർത്താവ് എന്ന ദർശനം സാക്ഷാത്കരിക്കപ്പെടാൻ എളിയവരായ ജനത്തിന്റെ നടുവിൽ അവരെ പുനരുദ്ധരിക്കുവാൻ, അവരുടെ സാമ്പത്തികമായ, സാംസ്കാരികമായ, വിദ്യാഭ്യാസപരമായ വളർച്ചയ്ക്കായി നമ്മൾ 3 പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ആധ്യാത്മിക വികാസ് യോജന, വിദ്യാ കിരൺ യോജന, കൃപാ ഭവൻദാൻ യോജന. 3 പദ്ധതികളിലൂടെ വിശ്വാസികളെ ആധ്യാത്മികമായും, സാമ്പത്തികമായും, സാംസ്കാരികമായും, വിദ്യാഭ്യാസപരമായും വരും കാലങ്ങളിൽ വളർത്തിയെടുക്കാൻ 5 വർഷത്തേക്കുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തു. എന്തിനെന്ന് ചോദിച്ചാൽ, എളിയവരുടെ നടുവിൽ സദ്വർത്തമാനം അറിയിപ്പാൻ അഭിഷേകം ചെയ്ത കർത്താവ് തന്ന ദർശനമാണ് വിശ്വാസികൾ വെറും ദരിദ്രരായിട്ടുള്ള, കയറിക്കിടക്കാൻ കിടപ്പടമില്ലാത്ത, ഓല കൊണ്ടോ പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ടോ കെട്ടിമേഞ്ഞു കിടക്കുന്ന ധാരാളം വിശ്വാസികൾ നമുക്കുണ്ട്. വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനോ, ഹയർ സ്റ്റഡീസിന് പോകാനോ, പ്രൊഫഷണൽ കോഴ്സിന് പോകാനോ, ഒരു ജോലിയിൽ പ്രവേശിക്കാനോ യാതൊരു സാധ്യതയില്ലാത്തവരുടെ മുൻപിൽ നമ്മൾ പുതിയ ചില വാതിലുകൾ തുറന്നിട്ടു. എളിയവരോട് സദ്വർത്തമാനം പറയുകയും അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് EGM ഓഫ് ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്നത്. അത് ദർശനങ്ങളുടെ താഴ്വരയാണ്. പിന്നിട്ട വഴികളിൽ
കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തി തന്ന ദർശനം, കാൽവറി ക്രൂശിന്റെ ദർശനമാണ് നമുക്ക് ലഭിക്കേണ്ട ഒന്നാമത്തെ ദർശനം. യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിന്റെ ദർശനം. രണ്ടാമത് കിട്ടേണ്ടത് ഞാൻ ആ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ്. മൂന്നാമത്തേത് എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ്. ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ തിരിച്ചു വെക്കണം. നമ്മൾ ആ കർത്താവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. ദർശനങ്ങളുടെ താഴ്വരകൾ ഉണ്ടാകട്ടെ. നശിക്കുന്ന ഗ്രാമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നശിക്കുന്ന ഗ്രാമങ്ങൾക്ക് വേണ്ടി, നശിക്കുന്ന പട്ടണങ്ങൾക്ക് വേണ്ടി കരയുന്ന ഭൃത്യന്മാർ എഴുന്നേൽക്കട്ടെ. 6,50,000 ഗ്രാമങ്ങൾക്കകത്തായി വിവിധ പട്ടണങ്ങളിലും മുനിസിപ്പാലിറ്റിയിലുമായി ഏകദേശം 145 കോടി ജനങ്ങൾ ഈ ഇന്ത്യയുടെ മണ്ണിൽ കഴിയുന്നു. അനേകർക്കും അവരുടെ രക്ഷകനെ അറിയില്ല, അനേകർക്കും അവരുടെ വീണ്ടെടുപ്പുകാരനെ അറിയില്ല. അവരുടെ പാപത്തിന് കർമ്മത്താലല്ല വിശ്വാസത്താൽ മോചനമുണ്ടെന്ന് അറിയില്ല. കായക്ലേശങ്ങളുടെ അനിവാര്യതയില്ലെന്ന് അവർക്കറിയില്ല. ശരീരത്ത് മുറിവുണ്ടാക്കേണ്ടെന്നും കഠിനമായി പണിയെടുക്കേണ്ട എന്നും വിശ്വാസത്തോടെ തന്നെ വിളിച്ചാൽ അത്ഭുതകരമായി വിടുതൽ തരുമെന്നും ഈ സാധുജനത്തിന് അറിയില്ല. അവരെ കുറിച്ച് ദർശനമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മുട്ടുകൾ മടക്കണം. അവരെ കുറിച്ച് ദർശനമുണ്ടെങ്കിൽ അവർക്കായി കൈകളെ മലർത്തണം. അവരെ കുറിച്ച് ദർശനമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ ആരോഗ്യം, ബാക്കിയുള്ള ആയുസ് കർത്താവിനായി കൊടുക്കണം. അത് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ദർശനങ്ങളുടെ താഴ്വര, നശിച്ചു പോകുന്ന നഗരത്തെക്കുറിച്ചുള്ള ദർശനം, നശിച്ചു പോകുന്ന ജനത്തെക്കുറിച്ചുള്ള ദർശനം ഒരു ദൈവ പൈതലിൻ്റെ മഹത്വമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് ഈ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും കർത്താവെ നിന്റെ വലം കൈക്ക് പിടിച്ച് നശിച്ചു കിടക്കുന്ന, നിന്നെ അറിയാതെ കിടക്കുന്ന, നിന്നെ തിരിച്ചറിയാതെ കിടക്കുന്ന, പാപത്തിൻ്റെ മലീമസമായ വഴികളിലൂടെ തപ്പിത്തടഞ്ഞു നടക്കുന്ന, അന്ധതയും അന്ധകാരവും പിടിച്ച ജനത്തിന് പ്രകാശനം ലഭിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യത്തോട്, നശിക്കുന്ന ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കണമേ. രക്ഷയും ഉദ്ധാരണവും നീ അയക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ ദൈവമക്കളെയും, നശിച്ചു പോകുന്ന ജനസമൂഹത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് വളരെ വിനയത്തോടെ ഏൽപ്പിക്കുന്നു. ആത്മഭാരത്തോടെ ധാരാളം മക്കളെ നീ എഴുന്നേൽപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ വലിയവനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.